ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എമ്പുരാൻ എന്ന മലയാള സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമ മാർച്ച് 27, 2025 റിലീസ് ചെയ്തു എന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ ഈ സിനിമയുടെ ട്രെയിലറും ഡയലോഗുകളും കണ്ടപ്പോൾ എനിക്ക് ചില ആശങ്കകൾ തോന്നി. ക്രൈസ്തവ വിശ്വാസത്തിന് എതിരായി പിശാചിനെ മഹത്വവൽക്കരിക്കുന്നതാണോ ഇത്? നിങ്ങൾക്കും ഇങ്ങനെ തോന്നുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണൂ, നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും സഭ്യമായ ഭാഷയിൽ ആകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സിനിമയെക്കുറിച്ചൊരു ആമുഖം. എമ്പുരാൻ എന്നത് 2019 ഇറങ്ങിയ ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ്. മോഹൻലാൽ നായകനും പൃഥ്വിരാജ് സംവിധായകനുമാണ്. വലിയ ഹൈപ്പോടെ വരുന്ന ഈ സിനിമയുടെ ട്രെയിലറും ടീസറും ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ ചില ഡയലോഗുകളും സംവിധായകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇത് ഒരു കച്ചവട സിനിമ മാത്രമല്ല, ഇതിന് പിന്നിൽ ഒരു വലിയ അജണ്ട ഉണ്ടോ എന്ന്. ആശങ്കയുള്ള ഡയലോഗുകൾ. നമുക്ക് ആദ്യം സിനിമയിലെ ചില ഡയലോഗുകൾ നോക്കാം. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തു തോന്നുന്നു? ഒരു ക്രൈസ്തവന് ഇത് അംഗീകരിക്കാൻ പറ്റുമോ? ദൈവപുത്രൻ തെറ്റ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ അവഹേളിക്കുന്നതല്ലേ? ബൈബിളിനെ തലതിരിച്ചെഴുതുന്നു. എനിക്ക് ഏറ്റവും ഞെട്ടലുണ്ടാക്കിയത് ഈ സിനിമ ബൈബിളിനെ തലതിരിച്ചുപയോഗിക്കുന്നതാണ്. ഉദാഹരണത്തിന് യോഹന്നാൻ 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ പറയുന്നത് അന്തിമമായ നാമം ലൂസിഫർ തന്നെയാണ് എന്നാണ്. ഇത് ദൈവവചനത്തെ മാറ്റി എഴുതി ദൈവത്തിന് മുകളിൽ സാത്താനെ പ്രതിഷ്ഠിക്കുന്നതല്ലേ? സാത്താൻ ആരാധനയിൽ ബൈബിളിനെ തലതിരിച്ചർത്ഥം വരുന്ന രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഈ സിനിമയും അത് ചെയ്യുന്നതായി തോന്നുന്നു. ഇതൊരു സാധാരണ സിനിമയല്ല, സാത്താനിക് സ്പിരിറ്റ് നിറഞ്ഞ ഒരു സിനിമ. ഒരുപക്ഷെ അണിയറ പ്രവർത്തകർ ഇതറിഞ്ഞോ അറിയാതെയോ സാത്താൻ്റെ ചട്ടുകങ്ങൾ ആകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അന്ത്യകാലത്തെക്കുറിച്ച് ബൈബിളിൽ അന്ത്യകാലത്തെക്കുറിച്ച് പറയുന്നത് ലൂക്ക 18:8 യേശു ചോദിക്കുന്നു, മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അനേകർ സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് പറയുന്നു. പക്ഷേ മത്തായി 24:13 പറയുന്നു, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. സാത്താന് ഇനി കുറച്ച് വർഷങ്ങൾ മാത്രമേ ഉള്ളൂ. അവൻ അന്തിമമായി തകർക്കപ്പെടും എന്നറിയാതെ വിരളി പിടിച്ച് ആത്മാക്കളെ നേടാൻ ഓടി നടക്കുകയാണ്. ഈ സിനിമ അതിനുള്ള ഒരു ഉപകരണമാണോ? എന്താണ് ഈ സിനിമയുടെ ലക്ഷ്യം? ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ പിശാചിനെ മഹത്വവൽക്കരിക്കുന്ന ഒരു അജണ്ട തോന്നുന്നു. ദ ഡീൽ ഈസ് വിത്ത് ഡെവിൾ എന്നൊക്കെ പറയുമ്പോൾ യുവാക്കളുടെ മനസ്സിൽ എന്ത് സ്വാധീനമുണ്ടാക്കും? ദൈവവചനം വായിച്ചാൽ നമ്മിൽ ദൈവാത്മാവ് നിറയും. അതുപോലെ സാത്താനിക് ബൈബിൾ വായിച്ചാൽ സാത്താൻ്റെ സ്പിരിറ്റ് നിറയും. ഈ സിനിമ നിങ്ങളുടെ ഉള്ളിലെ ദൈവാത്മാവിനെ മാറ്റി പകരം സാത്താനെ നിറയ്ക്കാൻ ശ്രമിക്കുന്നതാണോ? നമ്മുടെ നാട്ടിൽ അക്രമവും ലഹരിയും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തിന്മയുടെ ശക്തി തിയേറ്ററിലേക്ക് നിങ്ങളെ വിളിക്കുന്നു. ബുദ്ധിയുള്ളവർ ആ വിളി കേട്ടു പോകും, പക്ഷേ ജ്ഞാനമുള്ളവർ അത് നിരസിക്കും. നിങ്ങളുടെ തീരുമാനം എന്താണ്? ഈ സിനിമ കാണണോ വേണ്ടയോ എന്ന് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ഞാൻ പറയുന്നത്, ട്രെയിലറുകളും പോസ്റ്ററുകളും കാണുമ്പോൾ ഇത് ക്രൈസ്തവ വിശ്വാസത്തിന് എതിരാണെന്ന് തോന്നുന്നു. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഒരു ജാഗ്രതാ നിർദ്ദേശം. സുഹൃത്തുക്കളെ, ഈ സിനിമ കാണാൻ പോകുന്നവർ ഒരു കാര്യം ഓർക്കണം, സ്ക്രീനിൽ കാണുന്നതെല്ലാം അതേപടി വിശ്വസിക്കരുത്. ഒരു വിവേകത്തിൻ്റെ ഫിൽട്ടർ വെച്ച് കാണണം. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് മനസ്സിൽ വയ്ക്കുക. തിന്മയുടെ ശക്തി നിന്നെ സ്വാധീനിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കണം. ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എഴുതൂ. നമ്മുടെ കർത്താവായ ദൈവം യേശുക്രിസ്തു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.